ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, മഹാബലിയുടെ യഥാർത്ഥ പേര്? ഉത്തരം ഇന്ദ്രസേനൻ. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ്? ഉത്തരം കശ്യപൻ. ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഉത്തരം തൃപ്പൂണിത്തുറ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത്. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം വലിയ ത്യാഗം. മഹാബലിയുടെ മുത്തച്ഛൻ്റെ പേര്? ഉത്തരം പ്രഹ്ലാദൻ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏത്? ഉത്തരം മധുരൈ കാഞ്ചി. നാലാം ഓണം ഏത് മഹാത്മാവിൻ്റെ ജന്മദിനമാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? ഉത്തരം ഉത്രാടം നാൾ. മഹാബലിയുടെ മകൻ്റെ പേര്? ഉത്തരം ബാണാസുരൻ. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനമേത്? ഉത്തരം മിസോറാം. വാമന അവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രോതായുഗത്തിൽ. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദമേത്? ഉത്തരം ഋഗ്വേദം. ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പൂവ്? ഉത്തരം തുമ്പപ്പൂ. മഹാബലിക്കൊരു കത്ത് എന്ന കവിത എഴുതിയതാര്? ഉത്തരം വയലാർ. തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? ഉത്തരം തൃക്കാക്കരയപ്പന്. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഉത്തരം ചോതി നാൾ മുതൽ. 3 അടി മണ്ണ് നൽകുന്നതിനായി മഹാബലിയെ പിന്തിരിപ്പാൻ ശ്രമിച്ചതാര്? ഉത്തരം അസുരഗുരു ശുക്രാചാര്യൻ. ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം കായംകുളം. ഓണവുമായി ബന്ധപ്പെട്ട ദൈവം ഏത്? ഉത്തരം വിഷ്ണു. വള്ളംകളിയിൽ പാമ്പ് പോലെ ആകൃതിയിലുള്ള വള്ളത്തെ എന്ത് വിളിക്കുന്നു? ഉത്തരം ചുണ്ടൻ വള്ളം. വാമനമൂർത്തിയെ തൃക്കാക്കരയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതാരാണ്? ഉത്തരം പരശുരാമൻ. ഏത് നാളാണ് പൂക്കളം പരമാവധി വലിപ്പത്തിലിടേണ്ടത്? ഉത്തരം ഉത്രാടം നാളിൽ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരാകൃതിയിലാണ് പൂക്കളമിടുന്നത്. ഏത് നാളിലാണത്? ഉത്തരം മൂലം നാളിൽ. തൃക്കാക്കര എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം? ഉത്തരം വാമനൻ്റെ പാദമുദ്രയുള്ള സ്ഥലം. ഇന്ദ്രവിഴ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം ഇന്ദ്രൻ്റെ വിജയം. പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം പി കുഞ്ഞിരാമൻ നായരുടെ. ഓണവുമായി ബന്ധപ്പെട്ട് ഏത് ജില്ലയിലാണ് പുലികളിക്ക് പേരുകേട്ടത്? ഉത്തരം തൃശ്ശൂർ ജില്ല. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളംകളി? ഉത്തരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി.
വാമനപുരം എന്ന സ്ഥലം ഏതു ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ. സംഘകാലത്ത് ഇന്ദ്രവിഴ എന്നറിയപ്പെടുന്ന ഉത്സവം? ഉത്തരം ഓണം. പണ്ടുകാലങ്ങളിൽ അത്തച്ചമയം വിളംബരം ചെയ്യാൻ നടത്തിയിരുന്ന ഘോഷയാത്ര അറിയപ്പെട്ടിരുന്ന പേര്? ഉത്തരം ദേശം അറിയിക്കൽ. ദൈവത്തോട് ഉപമിച്ച് മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന രൂപത്തെ നാം എന്ത് വിളിക്കുന്നു? ഉത്തരം തൃക്കാക്കരയപ്പൻ. എരിവ്, പുളി, ഉപ്പ്, മധുരമില്ലാത്ത ഓണസദ്യയിലെ വിഭവമേത്? ഉത്തരം ഓലൻ. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ നടന്നുവരുന്ന ആഘോഷത്തിന് പറയുന്ന പേര്? ഉത്തരം അത്തച്ചമയ ഘോഷയാത്ര. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണത്തലേന്ന് ഒരുക്കുന്ന കാഴ്ചക്കുലകൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഉത്രാടക്കാഴ്ച. ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയതാര്? ഉത്തരം വയലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല? ഉത്തരം കൊല്ലം ജില്ല. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഉത്തരം ചോതിനാൾ മുതൽ. മരുമക്കത്തായം നിലനിന്നിരുന്ന തറവാടുകളിൽ രണ്ടാം ഓണം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഉത്തരം അമ്മായി ഓണം. കൊച്ചി മഹാരാജാവ് എഴുന്നള്ളിയിരുന്ന രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കിയത് ഏത് വർഷം? ഉത്തരം 1949. ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി? ഉത്തരം കറുക. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അമ്മ? ഉത്തരം അതിഥി. ഒന്നാം ഓണം എന്ന് വിശേഷണമുള്ളത്? ഉത്തരം ഉത്രാടം. കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം? ഉത്തരം അത്തച്ചമയ ഘോഷയാത്ര. ദശ അവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ഉത്തരം 5-മത്തെ. ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മഹാബലിയെ പുനർജനിപ്പിച്ചത് ആരാണ്? ഉത്തരം ശുക്രാചാര്യർ. ഓണാഘോഷം അവസാനിക്കുന്നത് ഏത് നാളിലാണ്? ഉത്തരം ചിങ്ങമാസത്തിലെ ചതയം നാളിൽ. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ്? ഉത്തരം കാശിത്തുമ്പ. ഓണപ്പാട്ടുകൾ എന്നാൽ എന്ത്? ഉത്തരം ഓണത്തിന് ഉപയോഗിക്കുന്ന പാട്ടുകൾ. മലബാറിൽ ഓണത്തിൻ്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യമേത്? ഉത്തരം ഓണപ്പൊട്ടൻ. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം? ഉത്തരം 1961. ഓണവുമായി ബന്ധപ്പെട്ട നൃത്തരൂപം? ഉത്തരം തിരുവാതിരക്കളി. തൃക്കാക്കര എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം? ഉത്തരം വാമനൻ്റെ പാദമുദ്രയുള്ള സ്ഥലം. ചിങ്ങം 1 ഏതു ദിനമായി ആഘോഷിക്കുന്നു? ഉത്തരം കർഷക ദിനം. കേരളത്തിൻ്റെ കൊയ്ത്തുത്സവം ഏത്? ഉത്തരം ഓണം.
മഹാബലിയുടെ പത്നിയുടെ പേര്? ഉത്തരം വിന്ധ്യാവലി. മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ഉത്തരം വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ. മഹാബലിയുടെ പിതാവിൻ്റെ പേര്? ഉത്തരം വിരോചനൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.